നമ്മൾ ഇപ്പോൾ ഉള്ളത് മരുത്തമലയുടെ മുകളിലാണ്. മേലെ അവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. ഇവിടെ ഭഗവാന്റെ ശ്രീനാരായണ ഗുരുവും അഗസ്ത്യാർ മുനിയും എല്ലാം തപസ് ചെയ്തിരുന്ന ഗുഹയാണ് ഈ ഇങ്ങോട്ട് പോകുന്നിടത്ത് പാറകളുടെ ഇടയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിനി തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് ആ വീഡിയോസ് ഉടനെ വരുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ദിസ് ഈസ് രഞ്ജിത്ത് കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം സിൽ സ്റ്റോർ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ട്രക്കിംഗ് നമ്മൾ കയറിയതൊന്നും കുറച്ച് ഭാഗങ്ങളെ കാണിച്ചിട്ടു, കാരണം അത്രയും ഹെക്റ്റിക്കായിരുന്നു. ഇനി തിരിച്ചിറങ്ങുന്ന വീഡിയോ മാത്രം കാണിക്കാമെന്ന് പറ്റുന്നിടത്തോളം കാണിക്കാം. ഓക്കെ, താങ്ക് യു. ഇതാണ് വ്യൂ. നമ്മൾ കയറി വന്ന വഴിയാണിത്. ഇങ്ങോട്ട് കയറിയ സമയത്തൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. കണ്ടില്ലേ, പാറ കിഴക്കാൻ തൂക്കായിട്ടുള്ള പാറയാണ്. ഇവിടെ എല്ലാം നല്ല പാരലായിട്ടുള്ള റോഡല്ല, നടക്കാനുള്ള വഴിയാണ്. എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേരാണ് ഫ്രണ്ടിൽ പോണത്. പിന്നെ കാണിച്ചാൽ എന്താ കുഴപ്പം? കണ്ടില്ലേ, ഇതാണ് വഴി. നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ്. എൻ്റെ ഫോൺ വേണ്ട ബാക്കി കോഴിയാണ്. ഇപ്പം തീരും. ഓ, ഞാൻ ഉണ്ട്, പക്ഷേ ക്ലാരിറ്റി ഇല്ല. പിന്നെന്താ, ഇന്ന് ഫുൾ കറക്കാം. സ്റ്റേ ചെയ്യാൻ തയ്യാറാ. ഓ, ഈ കുപ്പി എന്തോ ചെയ്തു? മലയടി ഒന്നുമല്ല, ഇതാണ് മല. എൻ്റെ കണ്ടില്ലേ, ഇത് ട്രക്കിങ്ങിന് പറ്റിയതാണ്. നല്ല മസിൽ കയറാനുള്ള ചാൻസസ് ഉള്ള വഴിയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോലുള്ള തടിയുള്ള ആൾക്കാർ സൂക്ഷിച്ചും കണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ മസിൽ കയറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നടവഴി മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ ശബരിമലയൊക്കെ പോകുന്ന പോലെ, നമ്മൾ പുൽമേട് വഴിയൊക്കെ പോകുന്ന ആ ഒരു ഫീല് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ആ ഫീല് തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറാൻ യാതൊരു അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കുത്തനെയുള്ള കയറ്റമാണ്. അത് കല്ല് ഇതൊക്കെ ഇവിടെയൊക്കെ കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് ചെന്നിട്ടൊരു പാറയുടെ അടിഭാഗം വരുന്നുണ്ട്. ആ ഭാഗം തൊട്ട് ഭയങ്കര കുത്തനെയുള്ള ഇറക്കമാണ്. അവിടെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇങ്ങോട്ട് കയറാൻ ഇച്ചിരി പാട് കിട്ടും. അപ്പം തിരിച്ചിറങ്ങുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ല എന്ന് ഇറങ്ങിപ്പോയ പിള്ളേരെല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ കയറിയ ഭാഗത്ത് ഒക്കെ വന്ന സമയത്ത് അവർ പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. കാരണം ഇറങ്ങാനാണല്ലോ പാടില്ലാത്തത്. കയറാൻ ഇപ്പോൾ പഠിത്തമായാലും അതേപോലെ കയറ്റമായാലും ഒരേപോലെ.
ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മരുത്വ മലയിൽ വരണം എന്നുള്ളതാണ്. കാരണം ഭയങ്കര നമുക്ക് ഏകാഗ്രതമായിട്ട് ഗുഹയിലിരുന്ന് തപസ്സല്ല ധ്യാനത്തിൽ നിരതനായിട്ടിരിക്കാം. കാടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് കളയാം. അവിടെ ഒരു പാറയാണ്. പാറയുടെ ഇപ്പുറത്ത് വലിയ മരം. ഇത് ഒരു ടൈപ്പ് ഓഫ് കൂളമാണ് കേട്ടോ. കാട്ടുകൂളം എന്നൊക്കെ പറയാം. കാക്ടസ് ഉണ്ട്. ആവശ്യമില്ലാത്ത മന്ത്രം എന്തുവാ? ദീക്ഷ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച. ഓ അല്ലല്ല, അമ്മ ഇപ്പം മറ്റേ ഇത് ചെയ്യുന്നുണ്ടല്ലോ, നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മയ്ക്ക് ഗുരുവിൽ നിന്ന് കിട്ടിയത് അത് ഞങ്ങൾക്ക് പകർന്നു തന്ന. ജപം തുടങ്ങിയ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണ്. മെച്ചമെന്ന് പറയാൻ കണ്ടോ, ഇനിയുള്ളത് കുത്തനെയുള്ള ഇറക്കമാണ്. ഞാൻ ഇവിടെ നിർത്തുവാണ്. മലയുടെ മണ്ടയ്ക്കായിരുന്നു നമ്മൾ പോയത്. ഓ ഇവിടെയൊക്കെ അരമണിക്കൂർ ഇരുന്നിരുന്നാ വന്നേ. 10 മിനിറ്റ്. ഈ പാറയുടെ താഴെ ഒരു 15 മിനിറ്റ് ഇരുന്നു. അപ്പോഴാ പയ്യൻസിന് ഗെയിം കളിക്കണ്ടേ. എവിടെയാടേ മറ്റേത്? പാറകളുടെ ഇടയിൽ കൂടെയാണ് വഴി. ഇനിയും കുത്തനെയുള്ള ഇറക്കമാണ്. ഇടയ്ക്കിടയ്ക്ക് മുണ്ടഴിഞ്ഞു പോകുന്ന പ്രശ്നമാണ്. കണ്ടില്ലേ, ഈ മല വഴിക്കാണ് ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോൾ താഴെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഉണ്ടോ എന്നാ കുത്തനെ ഇറക്കം.